ഇന്ത്യൻ സൂപ്പർ ലീഗിലെ പുതിയ സീസണിൽ ഭേദപ്പെട്ട തുടക്കമാണ് കേരള ബ്ലാസ്റ്റേഴ്സിന് ലഭിച്ചിരിക്കുന്നത്. ആദ്യ മത്സരത്തിൽ പഞ്ചാബ് എഫ്.സിയോട് പരാജയപ്പെട്ടെങ്കിലും രണ്ടാം മത്സരത്തിൽ ശക്തമായ തിരിച്ചുവരവാണ് ബ്ലാസ്റ്റേഴ്സ് നടത്തിയത്. 1-നെതിരെ 2 ഗോളുകൾക്ക് ഈസ്റ്റ് ബംഗാളിനെയാണ് മഞ്ഞപ്പട കൊച്ചിയിൽ വെച്ച് പരാജയപ്പെടുത്തിയത്. വിജയിച്ചുവെങ്കിലും ഇന്ത്യൻ സൂപ്പർ ലീഗിലെ ഏറ്റവും മികച്ച താരങ്ങളിൽ ഒരാളായ ബ്ലാസ്റ്റേഴ്സ് ക്യാപ്റ്റൻ അഡ്രിയാൻ ലൂണയുടെ അഭാവമാണ് ആരാധകരെ നിരാശപ്പെടുത്തുന്നത്. ലൂണയുടെ കാര്യത്തിൽ പുതിയ അപ്ഡേറ്റുകളൊന്നും ലഭിക്കാത്തത് ആരാധകരിൽ ആശങ്ക നിലനിർത്തുന്നുണ്ട്. നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനെതിരെ സെപ്റ്റംബർ 29 നടക്കുന്ന മത്സരത്തിൽ ലൂണ കളിക്കുമോ എന്ന കാര്യത്തിൽ ഇപ്പോഴും ഉറപ്പ് നൽകാൻ ക്ലബ്ബ് അധികൃതരോ പരിശീലകൻ മിക്കായൽ സ്റ്റാറയോ തയ്യാറായിട്ടില്ല. അതുകൊണ്ട് തന്നെ അടുത്ത മത്സരത്തിൽ എന്തായിരിക്കും ബ്ലാസ്റ്റേഴ്സിന്റെ പ്ലാൻ എന്ന ചോദ്യം പലരുടെയും മനസ്സിലുണ്ട്. ആദ്യ മത്സരത്തിൽ നിറം മങ്ങിയ പെപ്രയ്ക്ക് ഈസ്റ്റ് ബംഗാളിനെതിരെ പകരക്കാരുടെ ബെഞ്ചിലാണ് സ്റ്റാറെ ഇടം നൽകിയത്. എതിർ താരങ്ങൾക്ക് ഏറെ സമ്മർദ്ദം നൽകി കളിക്കുന്ന പെപ്രയുടെ ശൈലി ഈസ്റ്റ് ബംഗാളിനെതിരെ വിജയം കണ്ടത് താരം ഗോൾ നേടിയപ്പോഴാണ്. പെപ്രയുടെ ഫ്രഷ് ലെഗ്സ് കളിയുടെ അവസാന നിമിഷങ്ങളിൽ ഏറെ ഉപകാരപ്പെടുമെന്ന് കോച്ച് മനസ്സിലാക്കിയിട്ടുണ്ടാകണം. ഈസ്റ്റ് ബംഗാളിനെതിരെയുള്ള മത്സരത്തിന് ശേഷം കോച്ച് പറഞ്ഞ വാക്കുകളും ഇത് അടിവരയിടുന്നതാണ്. ശക്തമായ ഒരു സ്റ്റാർട്ടിംഗ് ലൈനപ്പ് ഉള്ളത് കൊണ്ട് മാത്രമല്ല, എൻഡിംഗ് ലൈനപ്പ് കൂടി നന്നായതാണ് വിജയത്തിന് കാരണമെന്ന് കോച്ച് വ്യക്തമാക്കിയിരുന്നു. എല്ലാവരും സ്റ്റാർട്ടിംഗ് ലൈനപ്പിനെ കുറിച്ചാണ് സംസാരിക്കുന്നതെന്നും എന്നാൽ അവസാന നിമിഷങ്ങളിൽ മത്സരം കൈപ്പിടിയിൽ ഒതുക്കുന്നതിന് മികച്ച എൻഡിംഗ് ലൈനപ്പ് കൂടി വേണമെന്നും സ്റ്റാറെ കൂട്ടിച്ചേർത്തു. പെപ്രയ്ക്ക് പുറമെ മുഹമ്മദ് ഐമനെയും പകരക്കാരനായാണ് സ്റ്റാറെ ഇറക്കിയത് എന്ന കാര്യം ശ്രദ്ധേയമാണ്. കോച്ചിന്റെ പ്രതികരണവും ലൂണയുടെ കാര്യത്തിലെ ഉറപ്പില്ലായ്മയും പരിഗണിക്കുമ്പോൾ അടുത്ത മത്സരത്തിലും സമാനമായ തന്ത്രങ്ങൾ പുറത്തെടുക്കാനായിരിക്കും കേരള ബ്ലാസ്റ്റേഴ്സ് പരിശീലകൻ ശ്രമിക്കുക. ആദ്യ 11-ൽ ലൂണ കളിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. അതേസമയം അസുഖബാധയിൽ നിന്ന് മുക്തനായാൽ ലൂണ പകരക്കാരുടെ പട്ടികയിൽ ഇടം പിടിച്ചേക്കും. രണ്ടാം പകുതിയിൽ ഒരുപക്ഷെ സീസണിൽ ആദ്യമായി ലൂണ കളത്തിലേക്ക് എത്താനുള്ള വളരെ കുറഞ്ഞ സാധ്യതയും നിലനിൽക്കുന്നുണ്ട്. പെപ്രയുടെ കാര്യത്തിൽ കഴിഞ്ഞ മത്സരത്തിലെ തന്ത്രം തന്നെ പുറത്തെടുക്കാനായിരിക്കും കോച്ച് ശ്രമിക്കുക. ഹെസൂസ് ഹിമനസിനെ ആദ്യ 11-ൽ കളത്തിലിറക്കി മത്സരത്തിന്റെ അവസാന നിമിഷങ്ങളിൽ പെപ്രയെ പകരക്കാരനാക്കി രംഗത്തിറക്കും. കാര്യമായ മാറ്റങ്ങളൊന്നും ടീമിൽ ഉണ്ടാകാൻ സാധ്യതയില്ല. ടീമിന്റെ ആക്രമണത്തിന്റെ ചുമതല മികച്ച ഫോമിലുള്ള നോഹ സദോയെ തന്നെ കോച്ച് ഏൽപ്പിക്കും. പ്ലേമേക്കർ അഡ്രിയാൻ ലൂണയെ കേരള ബ്ലാസ്റ്റേഴ്സ് നല്ല രീതിയിൽ മിസ് ചെയ്യുന്നുണ്ട്. ഉടനെ തന്നെ താരം തിരിച്ചെത്തണമെന്നാണ് ക്ലബ്ബ് ആരാധകരും ആഗ്രഹിക്കുന്നത്. ലൂണ ടീമിലേക്ക് തിരിച്ചെത്തിയാൽ ബ്ലാസ്റ്റേഴ്സ് മുന്നേറ്റ നിരയെ തടഞ്ഞു നിർത്താൻ എതിരാളികൾ നന്നായി വിയർക്കും. ലൂണ, നോഹ സദോയി, ഹിമനസ് ത്രയങ്ങളുടെ കരുത്തിലാണ് ബ്ലാസ്റ്റേഴ്സിന്റെ സീസണിലെ പ്രതീക്ഷകൾ അത്രയും. അടുത്ത 3 മത്സരങ്ങളും കേരള ബ്ലാസ്റ്റേഴ്സിന് എവേ മത്സരങ്ങളാണ്. അതുകൊണ്ട് തന്നെ ലൂണ കൊച്ചിയുടെ മണ്ണിൽ കളിക്കുന്നത് കാണാൻ ചുരുങ്ങിയത് ഇനി 1 മാസമെങ്കിലും കാത്തിരിക്കണം. നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിന് ശേഷം ഒക്ടോബർ 3-ന് ഒഡീഷ എഫ്.സിയും 20-ന് ISL-ലെ നവാഗതരായ മുഹമ്മദൻസുമാണ് ബ്ലാസ്റ്റേഴ്സിന്റെ എതിരാളികൾ. ഒക്ടോബർ 25-ന് ബംഗളൂരു എഫ്.സിക്കെതിരെയാണ് അടുത്ത ഹോം മത്സരം.